ഹലോ ഗായ്സ്, നമുക്കിന്നൊരു അടിപൊളി ഹെൽത്തി റെസിപ്പി ഉണ്ടാക്കിയാലോ? നമ്മുടെ ചെറുപയർ കൊണ്ട് ഒരു ലഡു. അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അല്ലേ. ആദ്യമേ തന്നെ ഒരു ഗ്ലാസ് ചെറുപയറിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മുടെ ചെറുപയറൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്ത ചെറുപയർ നമ്മളൊരു പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചെറുപയറൊക്കെ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കിനും അത് റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. പിന്നീട് സെയിം പാനിലേക്ക് കുറച്ച് ശർക്കരയും അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കി എടുക്കണം. നമ്മുടെ ശർക്കര പാനി നന്നായിട്ട് ഒന്ന് ഉരുകി കഴിയുമ്പോഴത്തേക്കിനും ഒന്ന് അരിച്ചെടുത്തൊന്ന് മാറ്റി വെക്കാം. പിന്നീട് നമ്മൾ ചൂടാറാൻ വേണ്ടി വെച്ചിരുന്ന ചെറുപയർ ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ടിട്ട് നല്ല ഫൈൻ പൗഡർ ആയിട്ട് വേണം അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. തരി ഒന്നും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് ബദാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. പിന്നീട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചെറുപയർ പൊടിയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ ഈ നെയ്യിൽ കിടന്നിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മുടെ ചെറുപയറൊക്കെ നെയ്യിൽ കിടന്ന് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തോളൂ കേട്ടോ, ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മിക്സ് ഏകദേശം ഈ ഒരു പരുവത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇനിയിപ്പം നമ്മുടെ മിക്സ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ ചെറിയ ചെറിയ ലഡു ആക്കി മാറ്റാം. അങ്ങനെ നമ്മുടെ മിക്സ് മൊത്തം നമ്മളിവിടെ ചെറിയ ചെറിയ ലഡു ഒക്കെ ആക്കി എടുത്ത് മാറ്റിയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവാണ്. അപ്പം ചെറുപയർ കൊണ്ടിട്ട് ഒരു ലഡു നിങ്ങൾക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പം 4 മണി പലഹാരമായിട്ട് എന്തുണ്ടാക്കുമെന്ന് വിഷമിച്ചിരിക്കുന്നവർ ഈ ഒരു പലഹാരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മളുണ്ടാക്കി ഈ ഒരു റെസിപ്പി ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ജെന്യുവിൻ റിയാക്ഷൻ ഒന്ന് കണ്ടാലോ. ശ്രീതിഷാണ് ഇന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അവന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.